മനോഹരി രാധേ രാധേ മുരാരി ഇന്നെവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ടു മൂളി പെണ്ണെ മനസ്സിന്റെ ഉറികളിൽ ഊറിയ സുഗനവനീതം പകരാനില്ല. ഇപ്പൊ 25 വർഷത്തെ ഒരു ജേണി ഇപ്പൊ ചെറിയൊരു നമ്പർ അല്ല. പക്ഷെ ഈ പണ്ട് പാടിയ പാട്ടുകൾ സ്റ്റിൽ ഇപ്പോഴും പാടാറുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒരു സജീവമായിട്ട് നിങ്ങൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയ ശേഷമായിരിക്കും ആളുകളിലേക്ക് ഇത് കൂടുതൽ എത്തിയത്. ഉറപ്പായിട്ടും. ഇപ്പം മനോഹരി രാധ ഞങ്ങൾ ആദ്യമായിട്ട് പാടുന്നത് 2008-ലോ 2009-ലോ ആണ് ഞങ്ങൾ ആദ്യമായിട്ട് പാടുന്നത്. അതാരും പറഞ്ഞിട്ടില്ല. അതിനുശേഷം വീണ്ടും ഇത്രയും വർഷം കഴിഞ്ഞ് 2022-ലോ ആ സമയത്ത് വീണ്ടും പാടിയപ്പോഴത്തേനും സോഷ്യൽ മീഡിയ വന്നു. അതിന്റെ പ്രസൻസും റീച്ചും കൂടിയപ്പോഴത്തേനും അത് വൈറലായി. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഈ ഭജൻസിന്റെ കൂടി ഇത് പാടുമ്പോൾ ആളുകൾ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ആദ്യത്തെ റെസ്പോൺസ് അമ്പലത്തിൽ പാടുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? അങ്ങനെ ആരും ബോധമുള്ള പ്രായത്തിലൊന്നും അല്ല ഇതെല്ലാം ചെയ്തത്. ആൾക്കാരുടെ റെസ്പോൺസ് എന്താണോ അങ്ങനെ നമ്മള് ബോധയുടെ അല്ലായിരുന്നു. കുറെ പാട്ടുണ്ടായില്ലേ? വലിയൊരു മിക്സ് ആയിരുന്നു. അത് ഞങ്ങളിപ്പോ പാടാറില്ല. അത്രയും വലിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തുടരെ എനിക്കൊന്ന് അപ്പം ഇരുന്ന് മനസ്സിൽ വരുന്ന പാട്ടുകളെല്ലാം അങ്ങ് പാടുവന്നു എല്ലാവരും കൂടെ. ഒരാൾ പാടി തരുമ്പോൾ അടുത്ത ആൾ പാടും. ഒരാൾ പാടി കഴിയുമ്പോൾ അടുത്തവന് അതും കൂടെ കൊള്ളാം. അല്ലാതെ നമ്മൾ ഇരുന്നിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യണമെന്ന പ്ലാനിലൊന്നും അല്ല വരുന്നത്. പാടിക്കൊണ്ടിരിക്കാൻ മൈക്കിന്റെ ഇടയ്ക്കൂടെ പാടും. അങ്ങനെ പറഞ്ഞിട്ട് പാടിയ പാട്ടുകളുണ്ട്. ഞങ്ങൾ കമന്റ്സ് കണ്ടിട്ട് പാടിയ പാട്ടുകളുണ്ട്. അത് ഞങ്ങൾ റിക്വസ്റ്റില് ഇപ്പൊ പ്രണതോസ്മി. അപ്പൊ ഞാനൊരു കമന്റ് കണ്ടിട്ട് അതെനിക്ക് പാട്ട് നമുക്കറിയാം, പക്ഷെ എന്നാൽ അത് നല്ലതായിരിക്കും ഭജനിൽ പെടുത്താന്ന് തോന്നിയിട്ട് ശരത് സാറിന്റെ പാട്ട്. അപ്പൊ അത് കമന്റ്സ് കണ്ടിട്ട് ഞങ്ങൾ എടുത്ത് പാടി. അങ്ങനെയുള്ള പാട്ടുകൾ ധാരാളം ഉണ്ട്. ഭയങ്കര രസമാണ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇത് ആരാ കളർ തീം കൊണ്ടുവരുന്നത്, പ്ലാൻ ചെയ്യുന്നത്? ശരിക്കും ഇതിന്റെ പുറകിൽ ആൾക്കാരുണ്ടോ? ആരും ഇതിന്റെ ഒക്കെ പിന്നിൽ ആരാണ്? ആ കറുത്ത കൈകൾ മെർച്ചൻഡൈസിങ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടേതായിട്ടുള്ള ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഡിസൈനർ ജയ്പൂരിൽ നിന്ന് ഞങ്ങളുടെ ഒരു ടീമുണ്ട് ഇപ്പോൾ ജയ്പൂർ. അപ്പൊ ഞങ്ങളത് ട്രാവൽ ചെയ്ത് അവരെ മീറ്റ് ചെയ്തു. ജയ്പൂരിൽ നിന്ന് ഞങ്ങൾ ഡ്രസ്സെല്ലാം ഉണ്ടാക്കുന്നത്. എന്റെ കൂടെ വർക്ക് ചെയ്തൊരു മാഡം ഉണ്ട്. മാഡം റിട്ടയർ ആയി, മാഡം പോയി. അപ്പൊ മാഡം മഴവിൽ മനോരമയിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് മാഡം എനിക്ക് മെസ്സേജ് അയച്ചു, മനു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു, പക്ഷെ ഡ്രസ്സ് ഭയങ്കര സൂപ്പർ ആയിരുന്നു, മനു ഇങ്ങനത്തെ നല്ല ഡ്രസ്സ് ഒന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അതേ ഞാനെടുത്ത് എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഗ്രൂപ്പിലിട്ട് ഇവര് അതേ കയറി പിടിച്ചു. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത്, ആദ്യമായിട്ട് നല്ല ഡ്രസ് ഇട്ടിട്ട് ആൾക്കാർ പറയുന്നത് അത് ഒത്തിരി പേര് നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടത്തില് പലരുടെയും ഫോറിൻ ട്രിപ്പ് ശരിക്കും സാധ്യമായത് ശരിക്കും നന്ദോദത്തിലൂടെയാണ്. അതെ, പ്രത്യേകിച്ച് പാസ്പോർട്ട് എടുത്ത് നന്ദോദത്തിന്റെ പ്രോഗ്രാം വന്നപ്പോ പാസ്പോർട്ട് എടുക്കുന്നത്. എന്തുകൊണ്ട് സ്ത്രീ സാന്നിധ്യം എന്തുകൊണ്ട് വരുന്നില്ല? അപ്പൊ അതിനൊരു റീസൺ എന്തായിരിക്കും? ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാല് നമ്മളെ കാണുന്ന സ്റ്റേജിൽ ഒരു 2 മണിക്കൂർ നമ്മളെ സ്റ്റേജിലാണ് ആൾക്കാർ കാണുന്നത്. ഇതിന്റെ പുറകിൽ ചിലപ്പോൾ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ യാത്ര. രാത്രിത്തെ യാത്രയിൽ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയൊക്കെയാണ് മിക്കപ്പോഴും വീട്ടിലെത്തുന്നത്. അപ്പൊ ആക്ച്വലി പെൺകുട്ടികളെ കൂടെ ഇത്രയും ഹെക്ടിക് ആയിട്ടുള്ള നമ്മൾ ഈ ഓട്ടം പറ്റുമോ എന്നുള്ള കാര്യം അതൊരു ഇതാണ്. Mari mari mapa mapa ri gari ri gari sari pani sa pa ri gari sa pa pa mari mapa ri mapa ri sari mapa ri pani sari sa ni sari ri gari ri gari ri gari ri gari sari 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 pani sari gari ni sa sa ni pa mari mapa ni sa ni pa mari gari sari sari sa. ഒരു വീട്ടി കണ്ണനുണ്ണി പാടുമെങ്കിൽ എൻ മനസ്സിൽ ഒരു വീട്ടി കണ്ണനുണ്ണി പാടുമെങ്കിൽ വീണ്ടും എന്റെ ഹരിവാസരങ്ങൾ സ്വർഗസുന്ദരമാകും. വീണ്ടും എന്റെ ഹൃദയാ ശ്യാമരാഗിലമാ
സ്നേഹമഴയിൽ യുഗയുഗമായി നിമിഷങ്ങൾ പലനിലാവിലി കാളിന്തി രൂപം വലപ്പുഴമരും തമ്പുരാനേ ജയ ജയ വീഴുന്ന കീർത്തി പുഞ്ചിരി മലക്കുളിര പുഞ്ചിരും അതരമറി മഞ്ചിരി മലക്കുളിര പുഞ്ചിരും അതരമറി മണ്ണിടും മധുരവിങ്ങും കണ്ടിടേണം ദയാനിധേ മണ്ണിടും മധുരവിങ്ങും കണ്ടിടേണം ദയാനിധേ അമ്പലപ്പുഴമരും തമ്പുരാനേ ജയ ജയ എഴുന്ന കീർത്തി സൈനസ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. സംഗീതത്തിലൂടെ നമ്മുടെ മനസ്സ് കീഴടക്കിയ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന നന്ദഗോവിന്ദം ബിജൻസ് ആണ് ഇന്നിന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. നമസ്കാരം. പുതിയ രൂപത്തിലും ഭാവത്തിലാണ് എല്ലാവരും വന്നിട്ടുള്ളത്. നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ അല്ല നിങ്ങൾ ആരെയും ഇന്ന് ഞാൻ കാണുന്നത്. ഒരു മാറ്റം കൊണ്ടുവന്നാണോ പുതിയതായിട്ട്? മാറ്റം കൊണ്ടൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും. പിന്നെ നമ്മളെ പ്രോഗ്രാമിനും അല്ലാതെയൊക്കെ നമ്മളെല്ലാരും കൂടുതൽ കാണും നമ്മളെ മുണ്ടിലൊക്കെയാണ്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ആൾക്കാർ തിരിച്ചറിയത്തില്ലാത്ത അവസ്ഥയായി. ഒരു മാറ്റം കൊണ്ടുവന്ന് ഇനി ഇങ്ങനെയായാലും ഞങ്ങൾ കണ്ടുപിടിക്കണം എന്നൊക്കെ. എല്ലാ ഇന്റർവ്യൂവിന്റെ താഴെ ഓരോരുത്തർക്കും ഫാൻസ് ഉണ്ട്. ഓരോരുത്തർക്ക് ഫാൻസ് ഓരോ വീഡിയോ കഴിയുന്നതോറും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഓരോരുത്തരെ പരിചയപ്പെടുന്നുണ്ട്. കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾ ആർക്കും മറന്നു പോരുത്. പേരോട് കൂടി എവിടെ പോയാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സോ ഞങ്ങൾക്കും ആരാണ് എന്താണെന്ന് കൂടുതൽ അറിയാം ഓൾറെഡി. പക്ഷെ ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. സോ നമുക്ക് എല്ലാവരും പരിചയപ്പെട്ടിട്ട് നമുക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. സോ എവിടുന്ന് തുടങ്ങണം? വിഷു ചേട്ടൻ തുടങ്ങിയാലോ? വിഷു ചേട്ടൻ അരുതേ എന്നാണ്. വിഷു ചേട്ടൻ ആരാ, എന്താ ചെയ്യണേ? ഇപ്പൊ എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുന്ന എല്ലാവരും വേറെ ജോലികൾ ചെയ്യുന്നുണ്ട്. സോ ഇതില് പാർട്ട് എന്താണ്, എന്താ ചെയ്യണേ, എവിടുന്നാ വരണേ? ഒരു ചെറിയൊരു അല്ല, ഞാൻ മെയിൻ പ്രൊഫഷൻ ഇത് തന്നെയാണ്. പണ്ട് തൊട്ട് നമ്മൾ ഏരിയ പഠിക്കുമ്പോൾ തൊട്ട് വന്ന് തുടങ്ങിയത് ഈ ടീമിന്റെ കൂടെയാണ്. പിന്നീടാണ് ഓരോ പരിചയങ്ങളായി പ്രൊഫഷനായിട്ട് എടുത്തത്. പിന്നെ ഈ കൊറോണ സമയത്ത് HDFC ബാങ്കിന്റെ ചെറിയൊരു ജോലിക്ക് കയറിയായിരുന്നു, സൈഡായിട്ട് ഈ വെരിഫിക്കേഷൻ സൈഡായിട്ട്. പിന്നെ മെയിൻ ഇത് തന്നെ. പിന്നെ ശരി, ഓക്കെ. ആളെ നമ്മൾ അധികം ബുദ്ധിമുട്ടിക്കണ്ട. ഓക്കെ, അടുത്ത ആൾക്ക് കൊടുത്തോളൂ. പറഞ്ഞോ. ഞാൻ പുതിയ ആളാണ്. അബൌട്ട് 1 ഇയർ ആകുന്നേ ഉള്ളൂ ജോയിൻ ചെയ്തിട്ട്. ഒത്തിരി സന്തോഷം ഇതിലൊരു ഭാഗമാകാൻ പറ്റിയത്. പിന്നെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പിന്നെ നമുക്ക് ഒത്തിരി പോസിറ്റീവ് കമൻറ്റ്സ് ഒക്കെ വരാറുണ്ട്. നമ്മുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സ്ട്രെസ് റിലീഫാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പാട്ടുകളാണ് അവർ കേൾക്കാറ്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു എയിമാണ് അത്. എല്ലാവരുടെയും ഒരു സ്ട്രെസ് നമ്മൾ റിലീഫ് ആക്കുന്നെന്ന് പറയുമ്പം നമുക്കും അതിൽ നിന്നൊരു ഒത്തിരി സന്തോഷം. നമുക്കത് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളത്. നമ്മൾ ഒത്തിരി പേര് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ഒത്തിരി പ്രോഗ്രാംസ് ആണെങ്കിലും ഒത്തിരി പേരാണ് കാണാനായിട്ട് സാധാരണ വരാറ്. അപ്പം അവർക്കെല്ലാം നമ്മളൊരു ആ ഒരു വൈബ് കൊടുക്കുമ്പം അതിൽ നമ്മൾ ആണ് അതിൻ്റെ ഒരു കാരണം എന്ന് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം ആണ്. ഇതെന്താ ഇപ്പൊ വിചാരിക്കണേ? നിങ്ങൾ സംസാരിക്കും, നിങ്ങളിപ്പോ ചിരിക്കും, അവിടെ ചേട്ടാ അറിയാമെങ്കിലും. നമസ്കാരം, നവീൻ. ഞാൻ ദുബായിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. അപ്പൊ ദുബായിലും ഇവിടെ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു. എന്നെ കുറിച്ച് എന്റെ ഫാമിലി, എനിക്ക് വൈഫ്, എനിക്ക് 2 കുട്ടികളാണുള്ളത്. എന്റെ കുട്ടികൾ ട്വിൻസ് ആണ്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും. അവർക്ക് 5 വയസ്സ്. എന്റെ നാട് കോട്ടയമാണ് സ്ഥലം. അപ്പം എല്ലാവരും ഞങ്ങള് മിക്ക ആൾക്കാരും കോട്ടയംകാർ തന്നെയാണ്. അപ്പം ഞാനും കോട്ടയത്താണ്. നന്ദഗോവിന്ദം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സമയത്തോട്ട് ഞാനും ഉണ്ട്. 25 വർഷമായിട്ട്. അതാണ് ഞാൻ. എൻ്റെ പേര് മനു എന്നാണ്. കോട്ടയം തന്നെയാണ് സ്ഥലം.
ഞാൻ വർക്ക് ചെയ്യുന്ന ബാങ്കിലാണ്, കോട്ടയത്ത് തന്നെ. വന്നിട്ട് ഇപ്പോൾ 10-12 വർഷമായി നന്ദകുന്നത്ത്. 22 വർഷം +2 കഴിഞ്ഞപ്പോൾ മുതൽ ഉണ്ട്, നന്ദകുന്നത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. എൻ്റെ പേര് രാജേഷ് ജയൻ എന്നാണ്. ഞാൻ നന്ദകുന്നത്തിലോട്ട് വരുന്നത് ദുബായിൽ നിന്നാണ്. നവീന ഞങ്ങൾ യാദൃശികമായി ഒരു സ്റ്റേജിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ അന്ന് മുതൽ നന്ദകുന്നത്തിൻ്റെ കൂടെയുണ്ട്. ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഈ നന്ദഗോവിന്ദം നമ്മുടെ ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലായി. അതിൻ്റെ കൂടെ അങ്ങനെ കൂടിയതാണ്. പിന്നെ ഞാൻ റിട്ടേൺ ചെയ്ത് നാട്ടിലോട്ട് തിരിച്ചു വന്നു, ഗൾഫിലെ ജോലി നിർത്തിയിട്ട്. അവിടെ കെമിസ്ട്രി ആയിരുന്നു. ഇപ്പം ഞാൻ ഫുൾ ടൈം നന്ദഗോവിന്ദത്തിൻ്റെ കൂടെയാണ്. നന്ദഗോവിന്ദത്തിൻ്റെ വെബ്സൈറ്റ്, സൗണ്ട്, ബാക്ക് മിക്സിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നു. സ്വദേശം പള്ളുരുത്തിയാണ്. വൈഫും 2 കുട്ടികളും ഉണ്ട്. വൈഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ തിരുവനന്തപുരത്താണ് ഞാനിപ്പോൾ താമസം. ഞങ്ങൾ ഒരുമിച്ച് എല്ലാം എനിക്കൊന്ന് ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് നന്ദഗോവിന്ദം എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര, ഞാൻ പറഞ്ഞില്ല തുടങ്ങിയ മുതൽ അതിൽ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. എത്ര ദൂരത്താണെങ്കിലും ഞാൻ പോയി പ്രോഗ്രാം ചെയ്യും. അതിനകത്ത് നമുക്ക് കിട്ടുന്ന ആദ്യം ഫസ്റ്റ് കാര്യം നമുക്ക് കിട്ടുന്ന സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്, അത് ഭയങ്കര, വീട്ടിൽ നിന്നും ഭയങ്കര സപ്പോർട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. ഇവിടെ എൻ്റെ പേര് ജയകൃഷ്ണൻ. ഞാൻ കോട്ടയം മീനടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഫ്രീലാൻസ് മ്യൂസീഷ്യനാണ്. നാട്ടിൽ വർഷങ്ങളായിട്ട് പ്രോഗ്രാംസ് ചെയ്യുന്നു. കുറച്ച് നാൾ ദുബായിലുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നാട്ടിൽ പ്രോഗ്രാംസ് കാര്യങ്ങൾ നന്ദകുന്നത്തിൽ ഹാപ്പി ആയിട്ട് ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്നു. യെസ്, അതെ. ആ ക്യൂട്ട്നെസ് മുഴുവൻ കാണിക്കുന്നുണ്ട്. കുട്ടികളെ മുഴുവൻ കാണിക്കുന്നില്ലേ? പറയൂ. എൻ്റെ പേര് ശ്രീദർശൻ സന്തോഷ്. ഞാൻ ഇവിടെ ഗ്രൂപ്പിൽ ചേർന്നിട്ട് 2 വർഷമായി. ഞാൻ +2 വരെ ദുബായിലാണ് പഠിച്ചത്. അപ്പോൾ +1ലാണ് ഇങ്ങനെ ഗ്രൂപ്പിൽ പരിചയപ്പെട്ട് അവിടെ കീസ് വായിച്ചിരുന്ന അജീഷ് ചേട്ടനും കണ്ണൻ ചേട്ടനും അവരെ പരിചയപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് കയറുന്നത്. അന്നോട്ട് പിന്നെ ബിടെക്കിനായിട്ട് നാട്ടിൽ വന്നു. ഞാൻ ആക്ച്വലി ഒരു ബിടെക് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഇപ്പോൾ നാട്ടിലും അവിടെ എൻ്റെ കൂടെ വായിച്ചത്. ഞങ്ങൾ കാണുമ്പോൾ മുഴുവൻ ഈ കോളേജിൽ ട്രിപ്പ് വന്ന മൂടാണ് സത്യത്തിൽ. അവിടെ ഒരു കീബോർഡ് പിയാനോ ഇരിക്കുന്നതാണ് അവിടെ തുടങ്ങി. അതെ, ആളുടെ ലോകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അടുത്ത ആള് എൻ്റെ ഒരു വൈഷ്ണവ് എന്നാണ്. തൃശ്ശൂരാണ് നാട്. ഞാനിവിടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ എഞ്ചിനീയറിംഗ് വിങ്ങിൽ ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുന്നു. ലാസ്റ്റ് ലൈക്ക് നന്ദഗോവിന്ദത്തിൽ ലാസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് മെമ്പറാണ്. ഞാൻ ജോയിൻ ചെയ്ത് ഏകദേശം ഒരു 1.5 മാസമൊക്കെ ആയിട്ടുള്ളൂ. പിന്നെന്താ, എല്ലാവരും പറയണ പോലെ തന്നെ ലൈക്ക് നന്ദഗോവിന്ദത്തിൻ്റെ ഫാമിലിയിലൊരു മെമ്പറാന്ന് പറയുമ്പോൾ വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ലൈക്ക് ഞാനിങ്ങനെ പ്രാക്ടീസിലും കാര്യങ്ങൾക്കൊക്കെ എല്ലാം ഇവിടെ ട്രെയിനിലെല്ലാം വരുമ്പോഴേ നമ്മൾ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യണം. ലൈക്ക് എന്താ പറയുക, നമ്മുടെ വീഡിയോ ഒക്കെ ആൾക്കാർ കാണാനും അതിൽ നിന്ന് ആൾക്കാർ ശ്രദ്ധിക്കാനൊക്കെ അതൊരു ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം റെക്കഗ്നേഷൻ ഒക്കെ ഉള്ള ഒരു മൊമെൻ്റ്, അത് ഭയങ്കര ട്രൂലി ഒരു ഡ്രീം മൊമെൻ്റ് ആയിരിക്കും എല്ലാവർക്കും. അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ചേട്ടാ നമസ്കാരം, എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാനിപ്പം നന്ദഗോവിന്ദത്തിൻ്റെ മാനേജറാണ്. അപ്പം അച്ഛനാണ് തുടങ്ങിയതിൻ്റെ ഒരു ഇത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടി. അപ്പം പിന്നെ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനോടുള്ള ഇൻട്രസ്റ്റ് ആണ്. എല്ലാവരെയും പോലെ തന്നെ നമ്മളും ഇതിനെ നിൽക്കുന്നത്. അപ്പോൾ കൂടുതലും ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് ചെയ്യുന്നത് നന്ദഗോവിന്ദത്തിന് വേണ്ടി തന്നെയാണ്. ഒരു ഫാമിലി ആയിട്ട് തന്നെ പോകും. ഞാൻ ആയുർവേദ ഫീൽഡാണ്, ആയുർവേദ ക്ലിനിക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കൂട്ടത്തിൽ ചേട്ടനാണ് എപ്പോഴത്തെ ഫോളോ ചെയ്യുന്നവരെ മുണ്ടും ഷർട്ടും കുറിയൊക്കെ ഇട്ട് ഐശ്വര്യത്തോടെ വന്നിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഹരിരാജ്. 25 വർഷം മുന്നേ പണിക്കരോടൊപ്പം ഇതിനൊരു തുടക്കക്കാരനാകാൻ സാധിച്ചു. നന്ദഗോവിന്ദം എന്ന പേര് നൽകുവാൻ സാധിച്ചു. നവീനെ കൊണ്ടുവരാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്ന ഞാൻ ഓർഗാനിക് ഷോപ്പ് നടത്തുകയാണ്. അന്ന് പണിക്കരോടൊപ്പം കൂടെ ഇരുന്നപ്പം അദ്ദേഹത്തിൻ്റെ മകനും കൂടെ ഇരിക്കുന്നത് ഒരു മഹാഭാഗ്യം. അങ്ങനെ സാധിക്കുന്നു. അതൊരു ഭയങ്കര ട്രോള് ആണോ ഇനി നല്ലത് പറയണോ മനസ്സിലാവണില്ല. അതൊക്കെ ട്രോള് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ആള് ലാസ്റ്റ്. വൈക്കമാണ് സ്വദേശം. ഞാൻ 13ാമത്തെ വയസ്സ് തൊട്ട് പ്രൊഫഷണലി മ്യൂസിക്കിലുണ്ട്. പിന്നീട് ഒരു ഏകദേശം 5 വർഷമായിട്ട് ഈ ടീമിൽ. ഞാൻ ആദ്യം ഇവിടെ ഡോൽക്ക് വായിക്കുന്ന അപ്പുചേട്ടനുണ്ട്. അദ്ദേഹത്തിന് പകരമായിട്ട് വിഷ്ണുവാണ്. ഞങ്ങൾ ടുഗദർ എപ്പോഴും പ്രോഗ്രാംസ് ചെയ്യുന്നതാണ്. പുള്ളിയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം നമുക്ക് ഋതും ഉള്ളതുകൊണ്ട് സാന്ദ്രാനന്ദലയമായ യാത്രയിൽ ആദ്യം തൊട്ട് ഭാഗമാകാൻ സാധിച്ചു. പിന്നെ നവീൻ ബ്രോ, എല്ലാവരും ഫാമിലിയാണ്.
ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓരോ പ്രോഗ്രാംസിലും ആ സ്പിരിറ്റിൽ പോകുന്നു. താങ്ക് യു. നിങ്ങൾ ഒരു വലിയൊരു ഫാമിലിയാണെന്ന് നമുക്ക് കാണാം, മനസ്സിലാവും. കാരണം നിങ്ങൾ ഇടപെടുന്ന രീതി, സംസാരിക്കുന്ന രീതി കാണുമ്പോൾ ഒരു വലിയ നല്ലൊരു ആളുകൾക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലൊരു ഫാമിലിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ ഫാമിലി ഇത്ര പേരല്ല, ഇനിയും ആളുകളുണ്ട്. ടോട്ടൽ എത്ര പേരുണ്ട് ഈ ഒരു ഫാമിലിയിൽ? ഇന്ത്യ, UAE, കാനഡയും കൂടെ കൂട്ടിയിട്ട് 35-40 അടുത്ത ആൾക്കാരുണ്ട്. അപ്പം അവിടെയും വേറെ ടീമാണ്. ഓൾറെഡി നിങ്ങൾ തന്നെ ഇപ്പം ടൈം കിട്ടുമ്പോൾ പ്രോഗ്രാം വരുന്ന സമയത്ത് പോകുക ഡിപ്പെൻസ്. അതായത് ഇപ്പം നമ്മൾ വലിയ ഇവന്റ്സ് അവർക്ക് ഓർഗനൈസ് ചെയ്യണം, ദുബായിൽ ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ കൂടെ കൊണ്ടുപോകാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യും. അപ്പം നമുക്കിപ്പം അവിടുത്തെ ആൾക്കാർക്ക് ഇപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ്സും എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു ചെറിയ സംഘടനയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദുബായിലെ UAE ടീം വെൽ എക്വിപ്ഡ് ആണ്. നമ്മളെ എല്ലാ ടീമും ഉണ്ട്. മൃദംഗവും കീബോർഡും വോക്കൽസ് പാടുന്നു എല്ലാവരും ഇവിടെ തന്നെയാണ്. സെയിം ഇതേപോലെ തന്നെ ഉണ്ട്. ഇതുപോലത്തെ ഒരു ടീം അവിടെയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെയും 2 പേര്, ഇപ്പോൾ മൃദംഗത്തിന് വേറെ ആളുണ്ട്. അപ്പോൾ ഇൻ കേസ് ആർക്കെങ്കിലും ഒരു അസൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് വയലിനിസ്റ്റ് വേറെ ഉണ്ടാക്കിയില്ലെന്ന് പറഞ്ഞിട്ട് വയലിനിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ മസ്കറ്റിൽ അടുത്ത ദിവസം പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് പേരും ഈ ദുബായിലെ ആൾക്കാരും ട്രാവൽ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ദുബായിലെ പ്രോഗ്രാമിന് ഞാൻ കുറച്ച് പേര് ഇവിടുന്ന് കൊണ്ടുപോകും. അങ്ങനെ ഇതെല്ലാം ഒറ്റ ഫാമിലിയാണല്ലോ. ആരുടെ അവൈലബിലിറ്റി ഒരു ദിവസം അടുത്ത ദിവസം ഞങ്ങൾ നവംബർ 22-ാം തീയതി മുംബൈയിലും പ്രോഗ്രാം ഉണ്ട്, ദുബായിലും പ്രോഗ്രാം ഉണ്ട്. അപ്പൊ 3 പേരെ അങ്ങോട്ട് കൊണ്ടുപോകും, ബാക്കിലൊരു ബോംബെ പോകും. അങ്ങനെ ഇത് ഓൾറെഡി പറയോ, ഞാൻ ഇതൊരു ദുബായ് കണ്ടിട്ടില്ല, എനിക്ക് അങ്ങോട്ട് പോകണം, ആ ഒരു ചർച്ച നടക്കാറുണ്ടോ? ചിലപ്പോൾ ഉണ്ട്. അത് മാറി മാറി കൊണ്ടുപോകും ആൾക്കാരെ. ഇപ്പൊ അത്യാവശ്യം എല്ലാവരും തന്നെ മാറി മാറി കൊണ്ടുപോകും. ഇപ്പൊ ഈ വൈഷ്ണവനെയൊക്കെ കൊണ്ടുപോകാനുള്ളൂ. ഇവൻ വരുന്നുണ്ട്. ഇപ്പൊ 22-ാം തീയതി ദുബായിക്ക് വരുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം. വൈഷ്ണവിനെ 2 വർഷം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തത്. പീരീഡ് കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്നും കൊണ്ടുപോകുന്നില്ല. ആളൊന്ന് ആഗ്രഹിച്ച കേട്ടോ, സന്തോഷം ഉണ്ടായിരുന്നു മനസ്സിൽ. ഈ കൂട്ടത്തില് പലരുടെയും ഫോറിൻ ട്രിപ്പ് ശരിക്കും സാധ്യമായത് ശരിക്കും നന്ദോദത്തിലൂടെയാണ്. നന്ദോദത്തിന്റെ പ്രോഗ്രാം നമ്മൾ പാസ്പോർട്ട് എടുക്കുന്നത്. കെനിയക്ക് വരുന്നുണ്ട്. ഓ ഓക്കെ ചേട്ടാ, ഞാനുണ്ട്. പാസ്പോർട്ട് അത് വേണോ? അതൊന്ന് കട്ട് ചെയ്യോ? ഞങ്ങൾക്ക് പുറത്തുനിന്ന് ട്രോൾ എടുക്കുന്നില്ല, അകത്തുനിന്ന് മാത്രമേ ട്രോൾ എടുക്കുന്നുള്ളൂ. സോ പേടി എല്ലാവർക്കും. ഇതൊക്കെ കിട്ടുന്നുണ്ടോ? അല്ലെ, കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ നമ്മളുടെ സംസാരിച്ചപ്പോഴത്തേനും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു റാപ്പിഡ് ഫയറിന്റെ അത് ഉഴപ്പനായിരുന്നു. അപ്പൊ ഉഴപ്പൻ എന്ന് പറഞ്ഞ കണ്ണനുണ്ട്, അവനൊന്നും വന്നിട്ടില്ല. അപ്പൊ അവൻ ഈ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ വെളിയിൽ പോകത്തില്ല. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഈ ട്രോളുകളുടെ വീഡിയോ ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും പണിയിരുന്നവനാണ്. അപ്പൊ എന്ത് സാധനം ആൾക്കാർ സംസാരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചേ പറയുള്ളൂ. വിശ്വചേട്ടനായിരുന്നു അല്ലേ? കഴിഞ്ഞ ഞാൻ സൂക്ഷിച്ചില്ല. അവന് ഭയങ്കര തിരക്കാ, പക്ഷെ ഈ കാര്യത്തിന് പക്ഷെ തിരക്കില്ല. അനിയനാണ്, സ്വന്തം വിശ്വചേട്ടൻ അനിയനാ. ടാലന്റ് കുറച്ച് കൂടുതലാണ്. ഞങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ല ആളെ. ഞങ്ങളിപ്പോ ഇമാജിനറി ആള് ഇങ്ങനെ ഒരു ഉഴപ്പനുണ്ടെന്ന് അറിയാം, ഞങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ല കേട്ടോ. അല്ല, അവൻ അടുത്ത എപ്പിസോഡിൽ വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, കാണാൻ സസ്പെൻസ്. ഇപ്പൊ 25 വർഷത്തെ ഒരു ജേർണി, ഇപ്പൊ ചെറിയൊരു നമ്പർ അല്ല. പക്ഷെ ഈ പണ്ട് പാടിയ പാട്ടുകൾ സ്റ്റിൽ ഇപ്പോഴും പാടാറുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒരു സജീവമായിട്ട് നിങ്ങൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയ ശേഷമായിരിക്കും ആളുകളിലേക്ക് ഇത് കൂടുതൽ എത്തിയത്. സോഷ്യൽ മീഡിയ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ ശരിക്കും? ഉറപ്പായിട്ടും. ഇപ്പം മനോഹരി രാധ ഞങ്ങൾ ആദ്യമായിട്ട് പാടുന്നത് 2008-ലോ 2009-ലോ ഞങ്ങൾ ആദ്യമായിട്ട് പാടുന്നത്. അതാരും അറിഞ്ഞിട്ടില്ല. അതിനുശേഷം വീണ്ടും ഇത്രയും വർഷം കഴിഞ്ഞ് 2022-ലല്ലേ 22-ലോ ആ സമയത്ത് വീണ്ടും പാടിയപ്പോഴത്തേനും സോഷ്യൽ മീഡിയ വന്നു. അതിന്റെ പ്രസൻസും റീച്ചും കൂടിയപ്പോഴത്തേനും അത് വൈറലായി. പണ്ട് ഞങ്ങൾ ആ പാട്ട് പാടാറുണ്ടായിരുന്നു. അതാ ഡിഫറൻസ്. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടതും ഇപ്പൊ ഞാനെല്ലാം സോഷ്യൽ മീഡിയയിൽ കേട്ടത് ഈ ഒരു പാട്ടാ. ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് വന്നതും ആ സോങ് ആണെന്ന് തോന്നുന്നത്. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഈ ഭജൻസിന്റെ കൂടെ ഇത് പാടുമ്പോൾ ആളുകൾ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ആദ്യത്തെ റെസ്പോൺസ് അമ്പലത്തിൽ പാടുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? അങ്ങനെ ആരും ബോധമുള്ള പ്രായത്തിലൊന്നും അല്ല ഇതെല്ലാം ചെയ്തത്. ആൾക്കാരുടെ റെസ്പോൺസ് എന്താണോ അങ്ങനെ നമ്മള് ബോധയുടെ അല്ലായിരുന്നു. കുറെ പാട്ടുണ്ടായില്ലേ? ഇപ്പൊ പാടുന്നതല്ല, ഇനിയും പാട്ടുകളുണ്ട് അതിനകത്ത്. വലിയൊരു മിക്സ് ആയിരുന്നു. അത് ഞങ്ങളിപ്പോ പാടാറില്ല. സപ്താഹ അങ്ങനെ ആ സമയത്തൊക്കെയാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ അത്രയും വലിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തുടരെ എനിക്കൊന്ന് അപ്പൊ ഇരുന്ന് മനസ്സിൽ വരുന്ന പാട്ടുകളെല്ലാം അങ്ങ് പാടുവന്നു. എല്ലാവരും കൂടെ ഒരാൾ പാടി തരുമ്പോ അടുത്ത ആൾ പാടും. ഒരാൾ പാടി കഴിയുമ്പോൾ അടുത്തവന് അതും കൂടെ കൊള്ളാം. അല്ലാതെ നമ്മൾ ഇരുന്നിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യണമെന്ന പ്ലാനിലൊന്നും അല്ല വരുന്നത്. പാടിക്കൊണ്ടിരിക്കാൻ മൈക്കിന്റെ ഇടയ്ക്കൂടെ ഇന്നത് പാടും, അങ്ങനെ പറഞ്ഞിട്ട് പാടിയ പാട്ടുകളുണ്ട്. ഈ ഓഡിയൻസിൽ നിന്ന് സോങ്സ് വരാറുണ്ടോ? ഐ മീൻ ഈ സോങ് അതിന് കൂടെ ആഡ് ചെയ്യും, അങ്ങനെ ആഡ് ചെയ്ത പാട്ടുകളുണ്ടോ ശരിക്കും? ഞങ്ങൾ കമന്റ്സ് കണ്ടിട്ട് പാടിയ പാട്ടുകളുണ്ട്. അത് ഞങ്ങൾ റിക്വസ്റ്റില് ഇപ്പൊ പ്രണവോസ്മി, അപ്പൊ ഞാനൊരു കമന്റ് കണ്ടിട്ട് അതെനിക്ക് പാട്ട് നമുക്കറിയാം, പക്ഷെ എന്നാൽ അത് നല്ലതായിരിക്കും ഭജനിൽ പഠിത്താന്ന് തോന്നിയിട്ട് ശരത് സാറിന്റെ പാട്ട്. അപ്പൊ അത് കമന്റ്സ് കണ്ടിട്ട് ഞങ്ങൾ എടുത്ത് പാടി. അങ്ങനെയുള്ള പാട്ടുകൾ ധാരാളം ഉണ്ട്. അപ്പൊ എല്ലാ പാട്ടും ഞങ്ങളുടെ സ്വന്തമല്ല. കുറെയൊക്കെ ഞങ്ങൾക്ക് ചില ആൾക്കാർ റിക്വസ്റ്റ് വരുന്ന പാട്ടുകൾ അപ്പൊ ഞങ്ങൾ വിചാരിക്കും നല്ലതായിരിക്കുമല്ലോ എന്നുള്ളത്. അപ്പൊ ഓഡിയൻസ് നമ്മളെ ഒത്തിരി അധികം സഹായിക്കുന്നുണ്ട്.
ശരി. ഈ നിങ്ങളുടെ ഓരോ തവണ ഷോയിൽ വരുന്ന പ്രോഗ്രാം ചെയ്യുന്ന അക്ടിയർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അത് ഭയങ്കര രസമാണ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇത് ആരാ കളർ തീം കൊണ്ടുവരുന്നത്, പ്ലാൻ ചെയ്യുന്നത്? ശരിക്കും ഇതിന്റെ പുറകിൽ ആൾക്കാരുണ്ടോ? ആരും ഇതിന്റെ ഒക്കെ പിന്നിൽ ആരാണ്? ആ കറുത്ത കൈകൾ. ഈ ഭജൻ കണക്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ നമുക്ക് അതൊരു സാധനം, ആ ഒരു ഭജൻ കണക്ട് എന്നുള്ള ഒരു ഇത് യുണീക്ക് ആക്കണം എന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ യുണീക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് പാട്ട് പാടും ഇന്ററാക്റ്റീവ് മാത്രമല്ല, ഓവറോൾ വിഷ്വലി എല്ലാം തന്നെ ഭംഗിയായിരിക്കണം. അപ്പൊ വിഷ്വലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കാണുന്നത് എങ്ങനെയാണ്? നമ്മളെ കാണുന്ന നമ്മളെ ഡ്രസ്സ് ആയിരിക്കും. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു പാറ്റേണിൽ ആദ്യം ആൾക്കാർ ഓരോ ഭജൻ കണക്ക് തൃശ്ശൂരിന് എക്സാമ്പിള് ഗ്രീൻ കളർ, അതിന് മുന്നിലത്തേതിൽ വൈറ്റ്, അതിന് മുന്നിലത്തേന് അപ്പൊ ഓരോന്നിനും ഞങ്ങളിപ്പോ പ്ലാൻ ചെയ്യുന്ന ഓരോന്നിന്റെ കളർ തീം കൊടുക്കണം. അപ്പൊ അത് വിഷ്വലി ഭയങ്കര രസമായിരിക്കുമല്ലോ. അപ്പൊ അത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു മെർച്ചൻഡൈസിങ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടേതായിട്ടുള്ള ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഡിസൈൻ ജയ്പൂരിൽ നിന്ന് ഞങ്ങളുടെ ഒരു ടീമുണ്ട് ഇപ്പോൾ ജയ്പൂർ. അപ്പൊ ഞങ്ങളത് ട്രാവൽ ചെയ്ത് അവരെ മീറ്റ് ചെയ്തു. ജയ്പൂരിൽ നിന്ന് ഞങ്ങൾ ആ ഡ്രസ്സെല്ലാം ഉണ്ടാക്കുന്നത്. പുറകിലൊരു ഹാർഡ് വർക്ക് ഉണ്ട്, പുറകിൽ ഒരു പ്ലാനിങ് ഉണ്ട്. ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇവരെല്ലാം കൂടെ ട്രോളും. അല്ലെ, എന്റെ കൂടെ വർക്ക് ചെയ്തൊരു മാഡം ഉണ്ട്. മാഡം റിട്ടയർ ആയി, മാഡം പോയി. അപ്പൊ മാഡം മഴവിൽ മനോരമയിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് മാഡം എനിക്ക് മെസ്സേജ് അയച്ചു, മനു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു, പക്ഷെ ഡ്രസ്സ് ഭയങ്കര സൂപ്പറായിരുന്നു, മനു ഇങ്ങനത്തെ നല്ല ഡ്രസ്സ് ഒന്നിട്ട് ഞാൻ കണ്ടിട്ടിരുന്നു. അതേ കാര്യം എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഗ്രൂപ്പിലിട്ട് ഇവര് അതേ കയറി പിടിച്ച് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത്, ആദ്യമായിട്ട് നല്ല ഡ്രസ് ഇട്ടിട്ട് ആൾക്കാർ പറയുന്നത് തീർച്ചയായും അത് ഒത്തിരി പേര് നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇന്റർവ്യൂ ഇവൻ തൂക്കിയത് കണ്ണൻ എനിക്ക് നമ്മൾ ഈ ഭജന കണക്കിലേക്ക് സ്വന്തം ഡ്രസ് ഒക്കെ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാല് ശോകമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഇമാരൊക്കെ ഇതിട്ടാ മതി. പക്ഷെ ഇപ്പൊ അത് ട്രെൻഡിങ് ആട്ടോ, എല്ലാവരും ചോദിക്കണ്ട ഇത് എവിടെ കിട്ടും വായിക്കാനായിട്ട് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കമന്റ്സിൽ വരുന്ന ആളുകൾക്ക് ക്യൂരിയസ് ആയിട്ട് ചോദിക്കും, എന്തുകൊണ്ട് സ്ത്രീ സാന്നിധ്യം എന്തുകൊണ്ട് വരുന്നില്ല? അതൊരു എന്തുകൊണ്ട് ആളുകൾക്ക് ഇപ്പം വരണം, പാട്ട് താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതൽ ജോയിൻ ചെയ്ത് പാടണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അപ്പൊ അതിനൊരു റീസൺ എന്തായിരിക്കും? പറഞ്ഞ പോലെ ആദ്യം നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആണല്ലോ, അങ്ങനെ കണക്ട് ആയത്. അപ്പം ചെറുപ്പം തൊട്ട് ഞാനും പ്രവീണൊക്കെ ഒരുമിച്ച് പാടി. ഇപ്പം ശ്രീലാലിന്ന് വന്നിട്ടില്ല, നമ്മളുടെ ചിരിക്കുന്ന മുഖം. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ അങ്ങനെ വന്ന ആൾക്കാരായതുകൊണ്ട് അത് ആൾക്കാർ ലേഡീസിനായിട്ടുള്ളൊരു നമ്മൾ ഓർഗാനിക്കലി ഒരു നമ്മുടെ ടീമിലേക്ക് ഒരു മെമ്പർ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ അഭിരാമേജയില്ല, നമ്മളെ മഹാദേവിയൊക്കെ പാടിയ തൊട്ട് എന്നുള്ള ഫിലിം സോങ് ഒക്കെ പാടിയ അഭിരാമേജയുടെ കൂടുതൽ ഞങ്ങൾ കൊളാബൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം നമ്മുടെ ദുബായിലാണെങ്കിലും നമ്മുടെ കൂടുതൽ ഫ്ലൂട്ട് വായിക്കുന്ന നവീൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ചേട്ടൻ്റെ മോള് പാടാൻ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഉണ്ട്. ഇപ്പം നമ്മൾ കുട്ടികളെയും അല്ലാത്ത ആൾക്കാരെയൊക്കെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കാണുന്ന സ്റ്റേജിൽ ഒരു 2 മണിക്കൂർ നമ്മളെ സ്റ്റേജിലാണ് ആൾക്കാർ കാണുന്നത്. ഇതിൻ്റെ പുറകിൽ ചിലപ്പോൾ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ യാത്ര. രാത്രിത്തെ യാത്രയിൽ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയൊക്കെയാണ് മിക്കപ്പോഴും വീട്ടിലെത്തുന്നത്. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് ലേഡീസിന് അത്യാവശ്യം ഹെക്ടിക്കാണ്. നമ്മൾ നമ്മൾ എല്ലാവരും ചിരിച്ചിരിക്കുക എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഓട്ടവും യാത്രയും, ഞാനിപ്പോൾ ദുബായിൽ നിന്ന് ഡയറക്റ്റ് വന്നത്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ രാവിലെ ഒരു റെക്കോർഡിംഗ് ഉണ്ട്, നാളെ ഈവനിങ് ഒരു പ്രോഗ്രാം ഉണ്ട്, അവിടെ നേരെ കണ്ണൂർ പോവാണ്. അപ്പോൾ മറ്റന്നാളെ ഞാൻ തിരിച്ചു ദുബായിക്ക് പോകും. അപ്പൊ അങ്ങനെ അപ്പൊ ആക്ച്വലി പെൺകുട്ടികളെ കൂടെ ഇത്രയും ഹെക്ടിക് ആയിട്ടുള്ള നമ്മൾ ഈ ഓട്ടം പറ്റുമോ എന്നുള്ള കാര്യം അതൊരു ഇതാണ്. നിങ്ങളുടെ ഗ്യാങ്ങിലേക്ക് ഒരു പുതിയ പാട്ട് പാടണം, അല്ലെങ്കിൽ ഈ ഒരു ടീമിലെ ആളാവണം ആഗ്രഹിച്ചു വരുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ സെലക്ഷൻ നടത്തുക? ഇപ്പൊ പുതിയ ഒത്തിരി പേര് വന്നിട്ടുണ്ടല്ലോ, പാട്ടിൽ അറിവുണ്ടാവുക അല്ലെങ്കിൽ പാട്ട് പഠിച്ചിരിക്കണം എന്നൊരു കാറ്റഗറി ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യിപ്പിക്കണം, നിങ്ങളുടെ ഒരു ഫാമിലിയിൽ വരണം എന്നാണ്? ഈ രണ്ടെണ്ണത്തിൽ എന്താ നിങ്ങളുടെ ആദ്യത്തെ തോട്ട്? ഞങ്ങളുടെ ഫസ്റ്റ് തോട്ട് അതിനോടുള്ള ഇൻട്രസ്റ്റ്, അതായത് ജസ്റ്റ് നമ്മളെ ഇപ്പം നമുക്ക് എന്താണെങ്കിലും റീച്ച് ഉണ്ട്. അപ്പം ആ റീച്ചിനെ മാത്രം ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരോട് ഇതിനേക്കാളും അപ്പം നമ്മളൊരു വൈബ് ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ഉണ്ടാക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വൈബും ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയും. അപ്പം ആ ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരാളായിരിക്കണം വരുന്നത്. അത് നമുക്ക് സംസാരിക്കുമ്പോൾ ഇന്ററാക്ട് ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇപ്പം ഇത്രയും ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അറിയാം. അപ്പം നമ്മൾ തീരുമാനിക്കും. ചിലപ്പോൾ നമ്മളൊന്ന് കൊണ്ടുവരും, പക്ഷേ ഇവനൊക്കെ വന്നു നമുക്കറിയാം. ഇപ്പം ഇവനൊക്കെ റിയാലിറ്റി ഷോയിൽ വന്ന് പെർഫോം ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈഷ്ണവൻ എനിക്ക് കണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന് ഇപ്പോൾ നമ്മൾ എല്ലാ പാട്ടും എനിക്ക് സ്വന്തമായിട്ട് ലീഡ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോർമാറ്റ് അറിയാമല്ലോ, എല്ലാവരും ഒരുമിച്ച് പാടുന്നു. അപ്പം ചിലപ്പോൾ ഞാൻ ലീഡ് ചെയ്യും, ശ്രീലാൽ ലീഡ് ചെയ്യും, മനു ലീഡ് ചെയ്യും. അപ്പം വൈഷ്ണവന് ഇപ്പം ആദ്യം വന്നപ്പോൾ തന്നെ പുറകിലിരുന്ന് കുറച്ച് പാടിയാൽ മതി. അപ്പം അവനിപ്പം നേരെ ഞാൻ തന്നെ ലീഡ് ചെയ്ത എല്ലാ പാട്ടുകളും പാടണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പം പക്ഷേ ഗ്രാജുവലി അവനും പാടും ഉറപ്പായിട്ടും. അപ്പം നമ്മളത് ക്രിയേറ്റ് ചെയ്തെടുത്ത് ഓരോരുത്തരും ബിൽഡ് ചെയ്തുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ടീം സ്പിരിറ്റ് വേണം. ആ ടീം സ്പിരിറ്റ് വേണം. നമ്മൾ ഒറ്റക്ക് ആരുമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കൂട്ടത്തിൽ ഓരോരുത്തർക്കും അറിയാം. ഇൻഡിവിജ്വലി നമ്മളൊരു പെർഫോമർ അല്ല, ബട്ട് ആസ് എ ഗ്രൂപ്പ് ഞങ്ങൾ തകർക്കും. അത് ഏത് സ്റ്റേജിൽ പോയാലും എവിടെയെങ്കിലും ഒരു കുറവ് വന്നാൽ മറ്റൊരാൾ അതിൽ കയറി ചെയ്യുന്നുള്ളതാണ്. നിങ്ങളെ കൂടുതൽ അറിയാൻ വേണ്ടി ഞാനൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. ഓക്കെ, റെഡി? നിങ്ങൾക്ക് മാത്രം പറയാനാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ.
സത്യസന്ധ ഓഫ്കോഴ്സ് നിങ്ങൾ ഉള്ളതുപോലെ പറയുന്നത് എനിക്കറിയാം, കുഴപ്പമില്ല. സ്റ്റേജിൽ കോൺഫിഡന്റ് ആയിട്ട് തെറ്റിച്ച് പാടുന്ന ഒരാൾ വന്നിട്ടില്ല. ശ്രീയേട്ടനാണോ? അത് തെറ്റിച്ച് കഴിഞ്ഞാൽ കോൺഫിഡന്റ് തെറ്റിച്ച് പാടുന്നില്ല, ബാക്കിയുള്ളവരെന്താ പാടാതെ കോൺഫിഡന്റ് ആയിട്ട് നോക്കുകയും ചെയ്യും. അങ്ങനെയല്ല, തെറ്റ് പറ്റിയത് മനസ്സിലാക്കി വെക്കാൻ നമ്മളെ നോക്കും. അപ്പൊ കാണുന്നവര് വയ്ക്കും നമ്മളാണ് തെറ്റിച്ചത്. അതിന് പ്രത്യേകിച്ച് കഴിവുണ്ട്. സോ ഏതെങ്കിലും സ്റ്റേജ് നിങ്ങൾക്ക് ഇപ്പൊ ഓർത്ത് ചിരിക്കണം, സ്റ്റിൽ ഇപ്പോഴും ആ സ്റ്റേജ് ഓർക്കുമ്പോൾ ചിരി പൊട്ടും. നമുക്ക് ചിരി എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ ഒന്നാമത് ചിരിക്കുന്ന മുഖങ്ങളാണ്. സ്റ്റേജ് പെട്ടെന്ന് ഒരു ചിരി വന്ന് നമുക്ക് കൺട്രോളിൽ നിൽക്കില്ല. ഒരു സ്റ്റേജ് ഉണ്ട്, ഏതത്? അതായത് നമ്മുടെ പള്ളിക്കത്തോട് ഇവന്റെ വീടിന്റെ അടുത്ത് ഞങ്ങൾ ഒരു സൗണ്ട് വേറെ വർക്ക് ചെയ്യാം. അപ്പൊ ഞങ്ങൾ കൊണ്ട് സൗണ്ട് അല്ല, ഞങ്ങളെല്ലാം സൗണ്ട് ഇല്ല, ഒരു വിധത്തിൽ പാടി എങ്ങനെയും പരിപാടി തീർക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളെ എല്ലാവരുടെയും സൗണ്ട് പോയി. ഹരിച്ചാനാണ് ലാസ്റ്റ് നന്ദി പറയുന്നത്. ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന സൗണ്ട് ഹരിച്ചേട്ടന്റെ ആ ഒരു സ്റ്റൈലാണ് പുള്ളി പറയാം. പുള്ളി നമസ്കാരം വേറെ സൗണ്ടായി പോയി. ഞങ്ങളെല്ലാം പൊട്ടുന്നു, ഞങ്ങൾ എല്ലാവർക്കും ചിരി അടക്കാൻ പറ്റുന്നില്ല. പിന്നെ എല്ലാരും കടിച്ചു പിടിച്ച് കീബോർഡ് വായിക്കുന്ന കണ്ണനല്ലേ നമ്മുടെ ഉഴപ്പൻ, അവനൊക്കെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പുറകോട്ട് ഓടി ചിരിച്ചിട്ട് ഇറങ്ങിപ്പോയി. പുള്ളി സൗണ്ട് പുള്ളിയുടെ പോയത് പുള്ളി അറിഞ്ഞില്ല. ആള് കോൺഫിഡന്റ്. അതൊരു വലിയ ഞങ്ങൾ ആ സ്റ്റേജ് എപ്പോഴും ഓർക്കുമ്പോൾ ചിരിക്കും. ഇഷ്ടം പോലെ ഉണ്ട്. കാര്യം ഇത്ര 25 വർഷത്തെ കോമഡി ഉണ്ടല്ലോ, കുറെ ഉണ്ട്. ഈ മറക്കാനാവാത്ത ഒരു സ്റ്റേജ് ഉണ്ടോ ശരിക്കും നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിൽ? എല്ലാ സ്റ്റേജും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മളത് ഓർക്കും. എല്ലാ സ്റ്റേജും പുതിയൊരു ആദ്യമായിട്ട് തുടങ്ങുന്ന പോലെ ആയിരിക്കും ആദ്യത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. എങ്കിലും മറക്കാനാവാത്ത ഒരു സ്റ്റേജ് ഉണ്ടോ ഇത്രയും വർഷം 25 വർഷത്തിനിടയിൽ? മറക്കാനാവാത്ത ഒരെണ്ണം പറയാനായിട്ട് എനിക്ക് ഒരെണ്ണം പറയാനായിട്ട് ആക്ച്വലി പറ്റത്തില്ല. ഡൽഹിയിലെ പ്രോഗ്രാംസ് നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി നമ്മളുടെ കെനിയയിലെ പ്രോഗ്രാം, കെനിയയിൽ പോയി അത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കെനിയയിൽ ഇത്രയും മലയാളികൾ ഉണ്ടായിരിക്കുന്നു. മലയാളികൾ മാത്രമല്ല, നോർത്ത് ഇന്ത്യൻസും തമിഴും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കെനിയയിൽ നമ്മുടെ പ്രോഗ്രാം കാണാൻ ഒരു 1000 to 1500 ബിറ്റ്വീൻ ആൾക്കാരുണ്ടായിരുന്നു പ്രോഗ്രാം കാണാൻ വേണ്ടി തന്നെ. ആ ഫസ്റ്റ് പാർട്ട് ഓൺവേർഡ്സ് അതിന്റെ എനർജി ഞാനിപ്പോഴും ഇരിക്കുന്നത്. അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് അല്ലടാ ശരിക്കും ഭയങ്കര എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം അവിടുത്തെ FM-ലൊക്കെ അവിടുത്തെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് അവർ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. അവർ വന്നിട്ട് ഹിന്ദി, അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഒക്കെ എനിക്ക് കിട്ടി. ഞങ്ങൾക്ക് ആക്ച്വലി ഇതിന്റെ വേർഡ്സ് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, പക്ഷെ അതിന്റെ ഓറ എനർജി ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പറഞ്ഞിട്ട് അവർ FM-ലിട്ടേക്കുന്ന ഒരു വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു കെനിയക്കാർക്ക് ഉള്ളൊരു സംശയം മാറാത്ത ആള്. എന്ത് ചോദിച്ചാലും സംശയം, എപ്പോഴും ഡൗട്ടാണ്. എന്തുകൊണ്ടാ എല്ലാ കാര്യത്തിലും അവൻ അറിയത്തില്ല കേട്ടോ, അവൻ അറിയാതെ പറഞ്ഞാലും സംശയമാണ്. അവന് സംശയം ഉണ്ടോന്ന് അവന് സംശയമാണ്. അടുത്തത് ഓക്കെ, ഫുഡിന്റെ കാര്യം ചോദിക്കുന്നുണ്ടോ? ഫുഡിന്റെ ഒരു കൺഫേമാ വിശുചേട്ടൻ. അത് വിശുചേട്ടൻ എടുത്തു. അത് കഴിഞ്ഞു, അതറിയാം. ഓക്കെ, സ്റ്റേജ് ഫിയർ ഉള്ളത്. ഇപ്പൊ ഓൾറെഡി നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണെങ്കിലും സ്റ്റേജിൽ ഒരു പേടിയുള്ള ആള് ആരാ? ഞാൻ 2-3 ദിവസം സഭാഗമം പറഞ്ഞായിരുന്നു, നീ എന്നും ഉണ്ടോന്ന് എനിക്കറിയില്ല. ലൈക്ക് എന്താ വെച്ച് കഴിഞ്ഞാലേ എനിക്ക് ഒരു സമയം വരെ ഇവരുണ്ടായിരുന്നു, ഒരു സമയം വരെ ഇപ്പൊ ഇല്ല. ആദ്യമെല്ലാം ഈ പാടിക്കൊണ്ടിരിക്കുന്ന ജോണേഴ്സ് ഇങ്ങനെയുള്ള ആയിരുന്നില്ല, ബാൻഡും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ അത്രയുള്ള ഒരു ആഗ്രഹമാണ് നന്ദവത്തിന്റെ കൂടെ പാടണം എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഒരു സ്റ്റേജിലേക്ക് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് ചേഞ്ച് ആകുമ്പോൾ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു, ടു ബി ഫ്രാങ്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം മൈക്ക് വെച്ച് പ്രസന്റ് ചെയ്ത് അങ്ങനെ ഒരു വേറെ രീതിയിൽ പാടിക്കൊണ്ടിരുന്നാൽ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് പിന്നെ വേറെ കൈൻഡ് ഓഫ് സോങ്സ് ആണ് പാടുന്നത്. അപ്പൊ അതിന്റെ ഒരു തുടക്കത്തിലുള്ള ഒരു പേടിച്ചിട്ട് തന്നെയാണ് എല്ലാം ചെയ്യണം. പക്ഷെ ദൈവം സഹായിച്ചിട്ട് നന്നായി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം. അങ്ങനെയുള്ള ഒരു പേടി ഉണ്ടായി. അതെ, ഉറപ്പായിട്ടും അതൊരു വലിയ കാര്യമാണ്. നമ്മളിപ്പോ നമുക്ക് തെറ്റ് പറ്റി കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ ചേട്ടന്മാരുണ്ട്, എല്ലാവരും എന്റെ ചേട്ടന്മാരാണ്. അപ്പൊ അതിനോടൊപ്പം സപ്പോർട്ട് ചെയ്യണേ. എവിടെ ഏതൊരു പ്രോഗ്രാമിനും നമുക്ക് എവിടെ എന്തൊരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാലും പറഞ്ഞു തരാനും സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും കൂടെയാണ്. എനിക്കൊന്നും ഇവിടെ മോട്ടിവേഷന്റെ കുറവൊന്നുമില്ല. ആ മോട്ടിവേഷൻ കൊടുക്കാൻ ആള് എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നത് എനിക്ക് തോന്നിയില്ല. അത് നല്ല കാര്യം, ടീമിലേക്ക് വന്നാൽ ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിരിക്കും. എനിക്ക് കിട്ടുന്നു കുറച്ച് മോട്ടിവേഷൻ ഇവിടെ. കാരണം എല്ലാവരും വളർന്നു വരിക. കാരണം നിങ്ങൾ താഴേന്ന് ചെറിയ ചെറിയ പ്രോഗ്രാമിലൂടെ വന്ന് ഇന്നിപ്പം ഒത്തിരി ആളുകൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അത്രയും ഫാൻസ് ഉള്ള ഒരു ടീമായിട്ട് മാറുന്നത് ചില്ലറ കാര്യമല്ല. അതൊരു വലിയൊരു ജേർണി തന്നെയാണ്. സ്റ്റിൽ അത് എത്രത്തോളം പ്രൗഡാണ് ശരിക്കും. ഒരു 25 വർഷമുള്ള ഒരാൾ കൂടെയുള്ള ഒരാളെന്ന രീതിയിൽ അത് കാണുമ്പോൾ പുതിയ ആളുകൾ വരുന്നു പോകുന്നു, പക്ഷെ അത് കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ട് ശരിക്കും. കഴിഞ്ഞ ദിവസം അടുത്ത് എന്റെ വൈഫ് ചോദിച്ചു, നവീൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ആക്ച്വലി ഇല്ല,
വിചാരിച്ചിരുന്നില്ല. നമ്മൾ ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാര്യം ഞങ്ങൾ ചെയ്യുന്ന അൾട്ടിമേറ്റ്ലി ഭജനാണ് അല്ലേ, നമ്മൾ ഭജനും അത് ഫിലിം സോങ്സും ഒക്കെ മിക്സ് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും ഹാപ്പി എന്ന് പറയുന്നത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ന് ഇർഷാദിനെ ഞാൻ എടുത്തു പറയുന്നു. ഇർഷാദ് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളുടെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വൈറലായ പറയരുതേ രാധേ അറിയരുതേ എന്നുള്ള പാട്ട്, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും വന്നിട്ട് നമ്മളത് പറയുമ്പോഴത്തേനും അവർക്ക് പീസ് ഓഫ് മൈൻഡ്. നമുക്ക് ഏറ്റവും ഹാപ്പി കിട്ടുന്ന കാര്യം, നമ്മൾ മ്യൂസിക് പല കാര്യങ്ങൾക്ക് കേൾക്കാമല്ലേ, പക്ഷെ ഒരാൾക്ക് സമാധാനം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആൾക്കാരുടെ കമൻ്റൊക്കെ കാണുമ്പോൾ ചിലത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും. കാര്യം അവർ ഡിപ്രഷനിൽ ഇരിക്കുമ്പോഴത്തേനും കേൾക്കുന്നത്, അവരുടെ ഡിപ്രഷൻ ഞങ്ങളുടെ കാരണം മാറി. എനിക്ക് കഴിഞ്ഞ ദിവസം, ഇന്നലെ 2 ദിവസം മുന്നേ അതൊരു ഭയങ്കര ടച്ച് ചെയ്തു. ഒരു പറയുമ്പോൾ തന്നെ എനിക്ക് രോമം വരും. ഒരു മോള്, ഒരു അനീതിക്കുട്ടി. അപ്പം പുള്ളിക്കാരി ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നതാണ്. ഞാൻ എൻ്റെ മോളെ വയറ്റിലുണ്ട്, 9 മാസമായി. അപ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. എൻ്റെ മോളെ ഇപ്പോൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പാട്ടാണ്. എനിക്ക് അതുകൊണ്ട് ഭയങ്കര സമാധാനം കിട്ടുന്നുണ്ട്. ഞാൻ ഇന്ന് ലേബർ റൂമിലേക്ക് കയറുവാണ്, നാളെ തൊട്ട് മോള് നിങ്ങളുടെ പാട്ട് നേരിട്ട് കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ടച്ചിങ് ആണ്. പിന്നെ നന്ദഗോവിന്ദത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ എൻ്റെ അമ്മയടുത്ത് പറയാറുണ്ട്, അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. ഫാമിലി എല്ലാവരും സപ്പോർട്ടാണ്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മളൊരു സ്റ്റെപ്പ് വെച്ചാൽ നന്ദഗോവിന്ദൻ നമ്മൾ 5 സ്റ്റെപ്പ് മുമ്പിലോട്ട് കൊണ്ടുപോകുന്നതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അല്ലേ, നമ്മളൊരു ഭജൻ കണക്ട് മുമ്പോട്ട് എടുത്ത് വെച്ചു, ഇതെങ്ങനെ ആവുമെന്ന് അറിയില്ല. നോക്കുമ്പോൾ എന്തോ ഒരു പുഷ് പോലെ പെട്ടെന്ന് അങ്ങ് കയറാം. ഒരു 4 മാസം കൊണ്ട് ഭജൻ കണക്ട് വേറെ ലെവലിൽ എത്തി കാര്യങ്ങൾ. അത് നന്ദഗോവിന്ദത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു മഹത്വമായിരിക്കാം. അതായത് നിങ്ങൾക്ക് ചുറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് പലർക്കും ഇത് ഫീൽ ചെയ്യാന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു തെറാപ്പി എടുക്കുന്ന പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിലീഫ് എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമല്ല. ആൻഡ് നിങ്ങളുടെ മുഖത്ത് കാണുന്ന ചിരി അത് ഭയങ്കര ജെന്യുവനായിട്ട് കാണിക്കുന്നതാണ്. നമുക്ക് ചിലപ്പോൾ ഫേക്ക് ചെയ്യാലോ, അത് നിങ്ങൾക്ക് തോന്നാറില്ല. ഈ നിങ്ങൾ ഓരോ പ്രോഗ്രാമിന് മുമ്പ് ഒരു ബാക്ക് സ്റ്റേജിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ പ്രിപ്പറേഷൻ പാട്ട് കാര്യത്തിലല്ല, ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയി പാടുന്നതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോസസ്സിങ് എങ്ങനെയാണ് ശരിക്കും? അത് റെക്കോർഡിംഗ് സെഷൻസിലാണ് നമ്മൾ പാട്ടുകൾ പഠിക്കുന്നത്. ഞങ്ങളുടെ ഹോം റെക്കോർഡിംഗ് സെഷൻസ് ആണ് ഞങ്ങളുടെ ആക്ച്വലി പ്രാക്ടീസ്. ഒരു പാട്ട് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതും അതങ്ങ് റെക്കോർഡ് ചെയ്യും. അപ്പൊ എന്നിട്ട് അത് ഞങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ കാണാമല്ലോ വീട്ടിൽ ഞങ്ങൾ പാടുന്നത്. അത് ഞങ്ങൾ ആക്ച്വലി പഠിക്കുന്ന സ്റ്റേജ് ആണ്. അപ്പൊ ഇത് ഓൾറെഡി ഓരോരുത്തർക്ക് വാട്സ്ആപ്പ് ചെയ്ത് അവരങ്ങനെ പഠിക്കോ? ഒരുമിച്ച് വരും. അന്നത്തെ ദിവസമായിരിക്കും ഒരുമിച്ച്, ആ റെക്കോർഡ് ചെയ്യുന്ന ദിവസമായിരിക്കും ഒരുമിച്ച് കൂടി പഠിക്കുന്നത്. ആ പഠിക്കുന്ന ദിവസം തന്നെ ആ വീഡിയോ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് യൂഷ്വലി ചെയ്യുന്നത്. ഒരു വെള്ളിയാഴ്ചകളിൽ നവീന്റെ വീട്ടിൽ ദുബായിൽ ഫുൾ ടീം ഉണ്ടാവും. ഇതുപോലെ ഞങ്ങൾ ഇവിടെ തിരുവഞ്ചൂര് ഹരികൃഷ്ണൻ ഇന്ന് വന്നിട്ടില്ല, ഹരികൃഷ്ണന്റെ വീട്ടിൽ ഞങ്ങൾ ഫുൾ ടീം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രാക്ടീസിനൊരു നല്ല റോളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇൻഡിവിജ്വലി ഇപ്പം ആരെയും കുറ്റമൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ല. ആർക്കും അറിയാത്തവരുണ്ടെങ്കിൽ അവർ നമ്മൾ ഉള്ളിൽ നിന്ന് ഇന്റേണലി തന്നെ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യും, സ്വയം പഠിക്കലും ചെയ്യും. ഇങ്ങനെയാണ് ഞങ്ങൾ പ്രോസസ് ചെയ്യുന്ന കാര്യം. വലിയ കാര്യമാണത്. ഓക്കെ, അടുത്തൊരു കാര്യം ചോദിക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റ് മുങ്ങുന്ന ആള് അറിയാലോ, പറഞ്ഞല്ലോ, സംശയമില്ല. ലാസ്റ്റ് മിനിറ്റിലല്ലേ മുങ്ങിയത്. ഇന്നലെ കഴിഞ്ഞ ദിവസം വരെ അവൻ ഇന്റർവ്യൂ വരണ്ടായിരുന്നു. അതെ, അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് മുങ്ങുന്ന ആളാ. ഈ പ്രോഗ്രാം സമയത്ത് മുങ്ങുവാറ് എല്ലാ ചോദ്യം പറയാൻ വേണ്ടി തന്നെ ചോദിക്കണ പോലെ എല്ലാ ആൾക്കും മാത്രമുള്ളതാണ്. അല്ല, പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ഓൾറെഡി കുറെ വർക്ക് ഉണ്ട്. പുള്ളി എന്ന് വെച്ചാൽ ഇതൊന്നും പ്ലാൻ ചെയ്തില്ല. പുള്ളി ഡേറ്റ് ഒക്കെ കൊടുത്താലും പുള്ളി ഞാൻ വിളിക്കും എന്നുള്ള ഒരു ഇതിൽ മാത്രം നടക്കുവാണ്. അപ്പം ജസ്റ്റ് ഇതാണ് സംഭവം. പുള്ളിക്ക് പ്രോഗ്രാം ഉണ്ടെന്നും അവിടെ വേറെ ആ പ്രോഗ്രാമിന്റെ ഡേറ്റിൽ തന്നെ പുള്ളി വേറെ പരിപാടി പിടിക്കും. ഇത് ലാസ്റ്റ് വരുമ്പോൾ പുള്ളിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതാണ് സംഭവം. ശരിക്കും ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അവന്റെ ഒരു ഫോട്ടോ ഇങ്ങനെ താഴെ ഞങ്ങൾ നല്ലൊരു ഫോട്ടോ തരാം. ഓക്കെ, എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠ, എല്ലാ കാര്യത്തിലും ആരായിരിക്കും? അല്ല, അവൻ കൃത്യനിഷ്ഠ ആയില്ലെങ്കിൽ ഈ പരിപാടി നടക്കത്തില്ലല്ലോ. ശരിയാ, എല്ലാം മാനേജ് ചെയ്യണമെങ്കിൽ. ഓക്കെ, എല്ലാത്തിന്റെയും ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ കൃത്യനിഷ്ഠ 1/2 മണിക്കൂർ മുമ്പും കൂടെ. കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് ഞങ്ങള് ഭയങ്കര സ്പീഡ് വരുവാ. 7 മണിക്ക് പ്രോഗ്രാം ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഭയങ്കര സ്പീഡ് വരുവാ. പക്ഷെ ശരിക്കും പരിപാടി 8 മണിക്കായിരുന്നു. ആൾക്കാർ അറിയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് 8 മണിക്കത്തെ പ്രോഗ്രാം 7:30 തുടങ്ങി. അതല്ല, അതിന്റെ തലേദിവസം ഞങ്ങളുടെ നാട്ടിലൊരു പരിപാടി നടന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം ഭയങ്കര ഒത്തിരി പേര് വന്ന ഒരു പരിപാടിയാ. അത് കൃത്യസമയത്ത് തുടങ്ങണം എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് ഇവരെല്ലാം കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു. അപ്പൊ ഞാൻ അതിന്റെ പിറ്റേ ദിവസത്തെ പരിപാടി ഞാൻ പറഞ്ഞു 7 മണിക്കാന്ന്. ഇവരെല്ലാം നേരത്തെ വന്ന് ഇവരെല്ലാം സൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് 7:30 ആയപ്പോൾ പരിപാടി തുടങ്ങി. ആദ്യത്തെ സംഭവം. അല്ല, സാർ എങ്ങനെ ഇരിക്കുന്നു വിചാരിക്കണ്ട. ആള് മാരൊക്കെ ലേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലൊക്കെ ആണുള്ള കലിപ്പും നേരിട്ടാണെന്നുണ്ടെങ്കിലും
എല്ലാവർക്കും പേടിയുള്ളൊരു സാർ ഇവനാ. പണിക്കരേട്ടൻ കാർന്നൂർ സ്ഥാനം കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ആണല്ലേ, ആ സ്ഥാനത്തിലേക്ക് നിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാട്ടിലേക്ക് പോവാം. എല്ലാവർക്കും പാടാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇപ്പൊ വൈറലായിട്ടുള്ള ഒരു സോങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്, ഞങ്ങൾക്ക് എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു പാട്ട്, കൂട്ടി പാടാൻ പറ്റുന്ന ഒരു പാട്ട്. നമ്മളെ ഡാൻസ് വൈറൽ പാട്ട് പാടാം. അത് പാടാം. ഓക്കെ, നാഗഭൂഷിത പാടാം. 1 2 നാഗഭൂഷിത പദങ്ങളും ചടുലതാളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം ഹരിണ ചർമ്മവും പണിഗണങ്ങളും വാസുകി പരിശോഭിതം ഹിമലവക്ഷസുംഭവഭയാവഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നീലകണ്ഠതവ നീലകണ്ഠവുമതിൽ പുളഞ്ഞുര ഹിമാലയും ഭൂവിശോഭ വഴിയും കരങ്ങളിൽ ധമടമാരവകളും തുടി ശൂലപാണേ ശൂലപാണേ മഹാത്രിശൂലമതു മൃഗവുമേന്തികതിയേകുവാൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ഹരേ ദേവ മഹാദേവ സദാശിവ തൊഴുന്നേ മഹാശൈലാധിപ നിന്നെ ഇതാ വാട്ടി തൊഴുന്നേ പരന്നീടും പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്തു പരമഗംഭീരമാകും പരമേശ തൊഴുന്നേ പരന്നീടും പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്തു പരമഗംഭീരമാകും പരമേശ തൊഴുന്നേ പടുത്വമേറിടും നല്ല പുലിത്തോലും മരമൂരി ഉടുത്തണിഞ്ഞിരിക്കുന്ന ഉമാകാന്ത തൊഴുന്നേ മഹാദേവ മനോഹര മഹാമന്ത്ര വിവ പ്രഭു മഹാമായ ഭഗവതി പ്രിയ നിന്നെ തൊഴുന്നേ ഇരിക്കും കൂവളത്തില ഇതൾമാല ധരിച്ചുകൊണ്ടിരിക്കും ശങ്കര പ്രഭു ഇതാ ഇന്ന് തൊഴുന്നേ ഹരേ ദേവ മഹാദേവ സദാശിവ തൊഴുന്നേ മഹാശൈലാധിപ നിന്നെ ഇതാ വാട്ടി തൊഴുന്നേ ഇതാ വാട്ടി തൊഴുന്നേ ഇതാ വാട്ടി തൊഴുന്നേ. എനിക്കൊന്ന് ഒത്തിരി പേര് റീൽസ് ആയിട്ട് ഡാൻസ് വീഡിയോ ചെയ്ത ഒരു സോങ്ങാ. നമ്മുടെ പാട്ട് ആളുകൾ റീൽസ് ആയിട്ട് ഡാൻസ് വീഡിയോ ചെയ്യുമ്പോൾ ശരിക്കും എങ്ങനെയാ ഭയങ്കര സന്തോഷം തോന്നാറില്ലേ? അത് ഭയങ്കര സന്തോഷം. അതൊരു സ്ഥിരമുള്ള എക്സ്പീരിയൻസ് അല്ലല്ലോ. അപ്പൊ ഒരു പാട്ട് ട്രെൻഡിങ്ങും അത് ഒത്തിരി പേര് കളിക്കുമ്പോഴത്തേനും അവരുടെ ഒരു എഫർട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആൻഡ് ഓൾറെഡി നിങ്ങളുടെ ഭജനം കേട്ടിട്ട് ആദിത്യവർമ്മ നമ്മുടെ തിരുവനന്തപുരം കൊട്ടാരത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞോ, ഇനി സംഭവിക്കാൻ പോവാണോ? അത് പോകാനുള്ള ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിനൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് പറ്റുന്ന ഒരു അവസരത്തിൽ ഇനി ട്രിവാൻഡ്രം ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും പോകണം. ഞങ്ങൾ കാത്തിരിക്കാതെ എങ്ങനെയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം എല്ലാവരും ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണ്. വർക്ക് ചെയ്യുന്നവർ ഭയങ്കര കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ പഠിക്കുന്നവരുണ്ട്. സോ നിങ്ങളുടെ തിരക്കൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ നിങ്ങളുടെ പാഷന്റെ പുറകെ പോവാന്ന് പറയാറില്ലേ? ഇന്നത്തെ കാലത്ത് പാഷന്റെ പുറകെ പോവാൻ
ഇങ്ങനെ ധൈര്യം കാണിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. കാരണം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, മറ്റു കാര്യങ്ങളുണ്ട്, അതൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ നിങ്ങളുടെ പാഷൻ്റെ കൂടെ പോകുന്നതിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യുന്നില്ലേ? അത്ര കാണുന്നവർക്ക് ഇത് വളരെ സിമ്പിൾ പരിപാടിയല്ലേ എന്ന് തോന്നിയെങ്കിലും അതിന് പുറകെ നിങ്ങൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്? എന്തൊക്കെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്? ഇഷ്ടം പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ നമ്മളുടെ കൊളീഗ്സ്, നമ്മളുടെ ഫാമിലി, അവരാണ് ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ മാറുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവരവിടെ ഭയങ്കര നമ്മളെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ പ്രോഗ്രാംസ് കാണുന്നു എന്നുള്ളത് മാത്രമല്ല, അവരതിനെ നമ്മളെ ഫ്രീ ആക്കി വിടാനായിട്ടുള്ള ഭയങ്കര ഫാമിലി അതേപോലെ തന്നെയാണ്. ഇപ്പൊ നല്ല ദിവസങ്ങളിൽ മിക്കതും ഞങ്ങൾ പ്രോഗ്രാം ശരി. ഞാനൊരു ദിവസം രാജേഷിന്റെ വീട്ടിൽ ഒരു പ്രോഗ്രാമിൽ രാജേഷിന്റെ വീട്ടിൽ പോയി നിന്നപ്പോഴാണ് എനിക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവുന്നത്. കുട്ടികളെ രാവിലെ സ്കൂളിൽ വിടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേച്ചി തന്നെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുകൂടെ നടന്നിട്ട് ഞാൻ നോക്കിയിട്ട് അന്ന് നടക്കുന്നില്ല. അപ്പൊ ചേച്ചി വലിയൊരു കാര്യം. കാരണം വെച്ചാൽ തീർച്ചയായും നമ്മളിപ്പം ഞങ്ങളെ പൂർണ്ണമായിട്ടും കുറേയൊക്കെ നന്ദഗോവിന്ദന്റെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ ചെയ്യുമ്പോഴേ നമ്മുടെ വൈഫൊക്കെ ആണെങ്കിലും വീട്ടില് പല കാര്യങ്ങൾക്കും നമ്മൾ ഇടപെടാറേ ഇല്ല. അപ്പൊ നമ്മള് ഒന്നെങ്കിൽ ഇതിന്റെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും. അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ്. അല്ല, വൈഫും അതുപോലെ വീട്ടിലെ എല്ലാവരുടെയും സപ്പോർട്ട് ഭയങ്കര. ഇപ്പൊ ഞാനിപ്പോ പറയണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഓൾറെഡി കലണ്ടറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അടുത്ത 2-3 മാസത്തേക്ക് ഒരു വീക്കെൻഡ് പോലും ഞാൻ ദുബായിലില്ല. 4 വീക്കെൻഡ് ഞാൻ ട്രാവൽ ചെയ്യുവാണ്. അപ്പത്തിനും ഞാൻ പറയാം ട്വിൻസ് ഉണ്ട്, എൻ്റെ വൈഫുണ്ട്. അപ്പം അവള് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അപ്പൊ ഏറ്റവും കൂടുതൽ എൻ്റെ കോംപ്രമൈസ് ചെയ്യുന്നതും സാക്രിഫൈസ് ചെയ്യുന്നതും ഞങ്ങളുടെ കൂടുതൽ ഫാമിലി തന്നെയാണ്. അതിന് അവർക്കൊരു ഹാറ്റ്സ് ഓഫ്. അവർ ഈ സപ്പോർട്ട് തന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചിരിയും കളിയും ഒരു പരിപാടി നടക്കത്തില്ല. പക്ഷെ നിങ്ങൾ ഇത്രയും സക്സസ് ആവാനുള്ള ഒരു റീസൺ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടിലൂടെ നിങ്ങൾ ഇത്ര ഫ്രീ ആയിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ ശ്രീ സാന്നിധ്യം ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞങ്ങളുടെ കൂട്ടത്തില്, അതാണ് ശ്രീ സാന്നിധ്യം. അവര് കൂട്ടത്തിൽ തന്നെ ഉണ്ട്, പിന്നണിയിലാണെന്നേ ഉള്ളൂ. ഞങ്ങളുടെ പല പ്രോഗ്രാമിലും അവരുടെ സപ്പോർട്ടും ഉണ്ട് കേട്ടോ. ഭജൻ കണക്ട് ആയിക്കോട്ടെ, അല്ല പല കാര്യങ്ങൾക്കും അവര് വെളിയിൽ നമ്മുടെ മുമ്പിൽ കാണുന്നില്ലെന്നുള്ളൂ, പുറകിൽ നിന്നുള്ള പല കാര്യങ്ങൾക്കും സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഒരു ലോഗോ ഉണ്ട് നന്ദഗോവിന്ദന്റെ. ഈ ലോഗോയുടെ ഒരു മെയിൻ ഇത് ശ്രീകുട്ടിയാണ്. അത് നവീന്റെ വൈഫാണ്. അത് NG ഞങ്ങൾ കുറെ ആലോചിച്ചു. നന്ദഗോവിന്ദം NG വെറുതെ ഇട്ടിട്ട് കാര്യമില്ല. നമ്മളുടെ ഒരു മീനിങ് വേണം. പേരിന് മീനിങ് വെച്ചാൽ നമ്മളുടെ ഇൻഫിനിറ്റി ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മളുടെ ജേർണി 25 വർഷമായി. അതിൽ പുതിയ ആൾക്കാർ വരുന്നു. ഒരു സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നു. UAE ഗ്രൂപ്പ് ഉണ്ടായി, കാനഡയിൽ ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇൻഫിനിറ്റിയാണ് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ടാണ് ആ ഇൻഫിനിറ്റിയുടെ സിമ്പിൾ വെച്ചിട്ടാണ് നന്ദഗോവിന്ദം NG എന്നുള്ള ലോഗോ ക്രിയേറ്റ്. അത് എൻ്റെ വൈഫാണ് അത് ഐഡിയ ഞങ്ങൾക്ക് തന്നതും അത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ. സക്സസ്ഫുൾ ഒരു മാൻ്റെ പുറകിൽ ഒരു വുമൺ ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെ അല്ല. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോൾ ഈ സമയപരിധിയിലോട്ട് പല ഷോസും വേണ്ടാന്ന് വെക്കേണ്ടി വരും. സോ ഫുൾ ടൈം ഈ ഒരു നമ്മുടെ ഷോ പ്രോഗ്രാംസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഫുൾ ടൈം ചെയ്യാം, അങ്ങനെ ഒരു പ്ലാൻ ഭാവിയിൽ നിങ്ങൾ കാണുന്നുണ്ടോ? പ്ലാൻ ഇല്ലാഴിയില്ല. അതുണ്ട് കാര്യം. ആ ഒരു ജേർണിയിലേക്കാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടുതലുള്ള ആൾക്കാർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാംസ് ഷോസും അതല്ലാതെ എന്തൊക്കെ നമ്മൾ ഷോസ് മാത്രമല്ലാതെ ബാക്കി എന്തൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി ടീച്ചിങ്ങോ എന്തൊക്കെയാണോ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഞങ്ങൾക്ക് പ്ലാനിലുണ്ട്. അപ്പോൾ അത് പറയുന്ന ഞങ്ങളൊരു റോഡ് മാപ്പ് ഉണ്ട്. ഞങ്ങൾ അടുത്ത 3 വർഷം ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞങ്ങൾക്ക് ഇപ്പോഴേ പ്ലാൻ ഉണ്ട്. അത് എല്ലാം അത്യാവശ്യം പ്ലാൻഡ് ആണ്. ഞങ്ങൾ ആ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എല്ലാവർക്കും കാര്യം ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും നല്ല ജോലി ഇരിക്കുന്നതാണ്. ഞാനാണെങ്കിലും ദുബായിൽ വർക്ക് ചെയ്യുന്നത്, MNCയിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ 14 വർഷമായിട്ട് ഞാൻ UAE-ലാണ്. അപ്പം പെട്ടെന്ന് നമ്മുടെ ആ ഒരു മന്ത്ലി 26-ാം തീയതി ക്രെഡിറ്റ് ആയിരുന്ന സാലറി അതാണല്ലോ ഏറ്റവും വലിയ പോയിസൺ. കാര്യം ആ ഒരു സാധനം നമുക്കറിയാം നമ്മൾ ഓക്കെ സേഫാണ്. നമുക്ക് ബാക്കി എന്തൊക്കെ കളിച്ചാലും ആ സാധനം വരും എന്നുള്ള അത് നമ്മൾ കോംപ്രമൈസ് ചെയ്യാന്നുള്ള ഒരു വലിയ ഹാർഡ് ഡിസിഷനാണ്. ആ ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും എല്ലാവർക്കും കോൺഫിഡൻസ് വരണം. നമുക്ക് നമ്മുടെ ഫാമിലി സാക്രിഫൈസ് ചെയ്യല്ലോ. നമ്മൾ മാത്രം സാക്രിഫൈസ് ചെയ്താൽ ഓക്കെ, പക്ഷെ അതുകൊണ്ട് നമ്മളെ ബാക്കിയുള്ളവർ എഫക്റ്റ് ആകരുത്. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ എല്ലാവരും ഇറങ്ങും. ഞങ്ങളും കാത്തിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഒരുപാട് പേരുണ്ട് കൂടെ. കാരണം നിങ്ങളുടെ സക്സസ്സിനൊത്ത് വരുന്ന ഒത്തിരി ആളുകളുണ്ട്. അല്ലെങ്കിൽ സക്സസ് ആയത് ഇപ്പോഴായിരിക്കാം, പക്ഷേ നിങ്ങളുടെ യാത്രയിൽ കൂടെ കൂടുന്ന ഒത്തിരി ആളുകളുണ്ട്. അതാണ് നിങ്ങളുടെ ധൈര്യം ഞാൻ വിശ്വസിക്കുന്നു. സോ ഞങ്ങളും കാത്തിരിക്കുകയാണ്. ഈ 3 വർഷത്തെ പ്ലാനൊക്കെ സക്സസ്ഫുള്ളി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്തതിന് മുമ്പ് മനോഹരി രാധേ രാധേ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട്, എനിക്കത് കേൾക്കണം. സോ ആ ഒരു വേർഷൻ ഞങ്ങൾക്കൊന്ന് കേൾക്കണം. യമുനയാற்றிலே ஈரக்காற்றிலே கண்ணனோடுதான் பார்வை பூத்திட பாதை பார்த்திட பாவை ராதையோ வாழ
പകലും പോനത് മന്നനില്ലയ കൂട് ഇളയ കന്നിയിൽ ഇമൈത്തിടാத കൺ ഇങ്ങുമിങ്ങുമേ തേട് ആയ പാടിയിൽ കണ്ണനില്ലയോ ஆசை வைப்பதே அன்பு தொல்லையோ ஆயர் பாடியில் கண்ணனில்லையோ ஆசை வைப்பதே அன்பு தொல்லையோ பாவம் ராதா മനോഹരി രാധേ രാധേ മുരാരി ഇന്നെവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം കണ്ടു മൂളി പെണ്ണെ മനസ്സിന്റെ ഉറികളിൽ ഊറിയ സുഗനവനീതം പകരാനില്ല് മനോഹരി 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 രാധേ രാധേ മുരാരി ഇന്നെവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം കണ്ടു മൂളി പെണ്ണെ മനസ്സിന്റെ ഉറികളിൽ ഊറിയ സുഗതവനീതം പകരാനില്ല. കഴിഞ്ഞല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനും പറ്റിയത്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാ. ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇനിയും സക്സസ് കാണാൻ വേണ്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.